Manus Biology പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെക്കൻഡ് ഇയർ ബോട്ടണിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കുറേ വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവരും ഓർഡറിൽ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഇയർ ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിൻ്റെ ഈ ചാപ്റ്ററിലെ ആദ്യ പേജുകളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ടൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏതാണെന്ന് പറയുക സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫൈനൽ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് സെക്കൻഡ് ഇയറിലെ ഈ ചാപ്റ്റർ. അതായത് 5 മാർക്കാണ് ഈ ചാപ്റ്ററിന് വെയിറ്റേജ് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അത് കൂടാതെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും, ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാനൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. അങ്ങനെ 5 മാർക്കിൻ്റെ ചോദ്യം കൺഫേം ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്റ്റേറ്റ് എക്സാമിന്. അത് കൂടാതെ നമ്മുടെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ 20 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നമുക്ക് ഈ വർഷമുണ്ട് സെക്കൻഡ് ഇയറിൽ. അപ്പം ഈ സെക്കൻഡ് ഇയറിലെ 20 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൽ 2 മാർക്കിൻ്റെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴും അവിടെ പ്രാക്ടിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദ്യം വരുന്നൊരു ഏരിയ പറഞ്ഞിരുന്നു, വെജിറ്റേറിയൻ പ്രൊപ്പക്യൂൾസിൻ്റെ. ഇതിനകത്തും അതേപോലെ 2 മാർക്കിൻ്റെ ചോദ്യം കൺഫേം ആയിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 2 മാർക്കിൻ്റെ ചോദ്യം ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. ഒരു ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കാനും ഒക്കെ ഉണ്ട്. നമുക്കത് വഴിയേ പറയാം, ആ ടോപ്പിക്ക് വരുന്ന സമയത്ത് പറയാം. ഇങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഈ സെക്കൻഡ് ചാപ്റ്റർ. പിന്നെ ഇച്ചിരി ലെങ്തിയാണ് ചാപ്റ്ററിൻ്റെ കണ്ടന്റ്, വളരെ വാസ്റ്റ് ആണ്, വളരെ കൂടുതൽ കണ്ടന്റുകളുള്ള ഒരു ലെങ്തി ചാപ്റ്റർ കൂടിയാണ് ഇതെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ മോർഫോളജിയിൽ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഫ്ലവറിൻ്റെ പാർട്സുകളും അതിന് ഏതൊക്കെ പാർട്സുകളുണ്ട്, എന്തൊക്കെയാണ്, ഏതൊക്കെ ഏത് ഭാഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതിൻ്റെ ഒറിജിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ പറഞ്ഞാണ്. അത് നമ്മൾ വളരെ വിശദമായിട്ട് ആ പറഞ്ഞ പാർട്സുകളൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്, സീഡ്, അതൊക്കെ എങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാ ടോപ്പിക്കുകളും വളരെ കൃത്യമായിട്ട് കറക്റ്റ് ഓർഡറിൽ കേട്ട് പോവുക. എങ്കിൽ മാത്രമേ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി ടോപ്പിക്കുകളിൽ പറയുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എന്തൊക്കെ മാറ്റർ പറയുന്നുണ്ടോ അത് ക്ലാസ് കേൾക്കുക, എന്നിട്ട് ടെക്സ്റ്റ് വായിച്ച് നോക്കുക, എന്നിട്ട് നോട്ടും പ്രിപ്പയർ ചെയ്ത് അത് പഠിക്കുക. അപ്പം നമ്മുടെ ചാപ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. അതിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തുവെന്ന് നമുക്കറിയാം അല്ലേ. എന്തോ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ 2 parents participate in reproductive process and also involves the fusion of male and female gamete, then that reproduction is called as sexual reproduction. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാണ്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര പേരൻസ് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള 2 പേരൻസ് പങ്കെടുക്കുകയും അവർ ബീജങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഗ്യാമേറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അതും മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഗ്യാമേറ്റുകൾ തമ്മിൽ ഫ്യൂഷൻ നടന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ റീപ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ. അപ്പം ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് ആരുടെയാണ് ഇവിടെ പഠിക്കാനുള്ളത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏത് പ്ലാന്റ്സിൻ്റെയാണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ആ പേര് വരാനുള്ള കാരണം അറിയാം, ഒരു ട്രൂ ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് ഏതെന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഏതുവരെ വിളിക്കുന്നത്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. അവനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. വി കോൾ ദാറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആസ് ആൻജിയോസ്പേംസ് ഓർ ഹിഡൻ സീഡഡ് പ്ലാന്റ്സ് അല്ലേ. എന്തോ ഹിഡൻ സീഡഡ് പ്ലാന്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം നമുക്കറിയാം, ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലേ, സീഡിനെ കവർ ചെയ്തുകൊണ്ട് ആരുണ്ട്? ഫ്രൂട്ട് ഉണ്ട്. സോ ദ സീഡ്സ് ആർ നോട്ട് എക്സ്പോസ്ഡ്. സോ വി കോൾ ദാറ്റ് പ്ലാന്റ്സ് ആസ് ഹിഡൻ സീഡഡ് പ്ലാന്റ്സ്. അല്ലെങ്കിൽ അതിന് ടെക്നിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഇത് ആൻജിയോസ്പെർമേ ഓർ ആൻജിയോസ്പേംസ്. ക്ലിയർ?
അപ്പം അങ്ങനെയുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഹിഡൻ സീഡഡ് പ്ലാന്റ്സിന്റെ നമ്മൾ എന്തുവാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ക്ലിയർ? കാര്യം പറഞ്ഞ് മനസ്സിലാവല്ലോ. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ, ഒരു നമ്മുടെ ചുറ്റുപാട് കാണുന്ന പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ്. എത്ര പാർട്സ് ഉണ്ട്? അതിൻ്റെ ശരീരത്തിന് 4 ഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഒന്ന് റൂട്ട്, മറ്റൊന്ന് സ്റ്റെം, മറ്റൊന്ന് ലീഫ്, പിന്നൊന്ന് ഫ്ലവർ. എത്ര പാർട്സ് ആണ്? 4 പാർട്സ്. റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ. അതിൽ റൂട്ടും സ്റ്റെമ്മും ലീഫിനെയും നമ്മൾ ഒരു പേര് വിളിക്കും, വെജിറ്റേറ്റീവ് ഓർഗൻസ് എന്ന് വിളിക്കും. ബിക്കോസ് ദേ പെർഫോം വെജിറ്റേറ്റീവ് ഫങ്ഷൻസ്. ഓക്കെ. എന്നാൽ ഫ്ലവറിനെ വിളിക്കുന്ന പേര് മറ്റൊന്നാണ്. ഫ്ലവർ ഈസ് കോൾഡ് ആസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ. കാരണം അവൻ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ്സിൽ ഉണ്ടായി വരുന്ന ഒരു അവയവമാണ് ഇതെന്ന് പറയുന്നത് ഫ്ലവർ, അല്ലേ? അതുകൊണ്ട് ഫ്ലവറിനെ നമ്മൾ ഏത് പേര് വിളിക്കുന്നതാണ്? റീപ്രൊഡക്റ്റീവ് ഓർഗൻ. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ഫ്ലവറിനകത്ത് പൂമ്പൊടിയെ ഉൽപ്പാദിപ്പിക്കും, അല്ലെ? പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസിനുള്ളിൽ ആരുണ്ടാകുന്നുണ്ട്? സ്പേം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലവറിനകത്ത് ഓവറി എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. നമ്മൾ പഠിക്കും, അതിൻ്റെ പാർട്സ് ഒക്കെ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ആ ഓവറിക്കുള്ളിൽ ചെറിയ ഗ്രാനുലാർ ആയിട്ടുള്ള ഓവ്യൂൾസ് ഇരിപ്പുണ്ട്. ആ ഓവ്യൂൾസിനുള്ളിലാണ് ആരിയിരിക്കുന്നത്? എഗ്, അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞൊരു കാര്യമാണ്, കേട്ടതാണ്, ഓർമ്മ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോളൻ ഗ്രെയിൻസ് ആർ ദ കാരിയർ ഓഫ് സ്പേം. സ്പേമിൻ്റെ കാരിയർ ആണ് ആരെന്ന് പറയുന്നത്? പോളൻ ഗ്രെയിൻസ്. അതേപോലെ ഓവ്യൂൾസ് ആർ ദ കാരിയർ ഓഫ് എഗ്, അല്ലേ? അപ്പം ഓവ്യൂളിനകത്തിരിക്കുന്ന എഗ്ഗും പൂമ്പൊടിക്കകത്തിരിക്കുന്ന ഈ സ്പേമും തമ്മിൽ കണ്ടുമുട്ടിയാൽ ഉടനെ അവർ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ആരുണ്ടാവും? പ്രോഡക്റ്റായ സൈഗോട്ട് ഉണ്ടാവും. ആ ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചത്. ആ ഉണ്ടാകുന്ന സൈഗോട്ട് അവിടെ ഉണ്ടായാൽ, ഓവ്യൂളിനകത്ത് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, ഓവ്യൂൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സീഡാകും. ആ ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും, അല്ലേ? അതാണ് അവിടുത്തെ റിയാക്ഷൻ. കാര്യം പറഞ്ഞു പിടിയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണെന്ന് പറഞ്ഞു. ആ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഫ്ലവർ അപ്പോൾ ഏത് റീപ്രൊഡക്ഷൻ ആണ് നടത്തുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കാണും. ഏത് റീപ്രൊഡക്ഷൻ ആണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. കാരണം ഗ്യാമേറ്റ്സിനെ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗ്യാമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്, അല്ലേ? സോ ദാറ്റ് റീപ്രൊഡക്ഷൻ ഈസ് എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അല്ലേ? അപ്പം സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗൻ ആണ് ആരെന്ന് നമുക്ക് പറയാം? ഫ്ലവർ. അങ്ങനത്തെ ആ ഫ്ലവർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും ആരെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്? ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സും നടത്തുന്ന റീപ്രൊഡക്ഷൻ ഏതാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, അല്ലേ? ഓൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പെർഫോം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. കാര്യം പറഞ്ഞ പിടി കിട്ടിയല്ലോ. അപ്പം എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സും എന്ത് നടത്തുന്നുണ്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ആ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഓവ്യൂൾ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ സീഡാവും, ഓവറി എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു? ഫ്രൂട്ട് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പം ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് സീഡ് ആൻഡ് ഫ്രൂട്ട്. ക്ലിയർ? കാര്യം പറഞ്ഞ മനസ്സിലാണോ? ആ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇത്രയും പറഞ്ഞ ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ്, ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫ്ലവർ ഉൽപ്പാദിപ്പിച്ചിട്ട് അവൻ നടത്തുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണോ, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണോ സംഭവിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പം പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഏതാണെന്ന് പറഞ്ഞാൽ ടോപ്പിക്കിന്റെ പേര് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ. അതേപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കുറേ പാർട്സുകളുണ്ട്, അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം മോർഫോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ് പാർട്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്ന കാര്യം. അപ്പം അത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു ഡയഗ്രാം ഉണ്ട്, അതിനകത്ത് അതിൻ്റെ പാർട്സുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പോലെ ആ പാർട്സുകളൊന്ന് ഓർത്ത് വെച്ചോളൂ. കാര്യങ്ങൾ അറിയാവുന്നതാണ് എങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ടോപ്പിക്കിൽ അതൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അതിൻ്റെ പാർട്സുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ഫ്ലവർ എടുക്കുവാണെങ്കിൽ, ഒരു കംപ്ലീറ്റ് ഫ്ലവർ ആണെങ്കിൽ, ഒരു പൂർണ്ണ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 4 ഫ്ലോറൽ വേൾസുകളുണ്ട്. എത്ര ഫ്ലോറൽ മീൻസ് ഫ്ലവറുമായിട്ട് റിലേറ്റഡ് എന്നുള്ളതാണ് ഫ്ലവർ എന്നാണ് മീനിങ്. ഫ്ലോറൽ വേൾസ് എന്നാണ് പറയുന്നത്, ചുറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലേ? അങ്ങനെ 4 ഫ്ലോറൽ വേൾസ് ഉണ്ട്. എത്ര ഫ്ലോറൽ വേൾസ് ഉണ്ട്? 4 എണ്ണം. അതിൽ ഏറ്റവും പുറമേ കാണുന്ന ഫ്ലോറൽ വേൾ ആണ് ഏതെന്ന് പറയുന്നത്? കാലിക്സ്, പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അതിന് ഇന്നർമോസ്റ്റ് കൊറോള, ദെൻ ആൻഡ്രീഷ്യം, ദെൻ ദ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ഫ്ലോറൽ വേൾ ആണ് ഇത് ഗൈനീഷ്യം. ഏതാണ്? ഗൈനീഷ്യം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഓക്കെ. ഇതാണ് ഒരു കംപ്ലീറ്റ് ഫ്ലവർ. ജസ്റ്റ് ഒരു റഫ് ഡയഗ്രാം ആണ് വരച്ചിരിക്കുന്നത്. ടെക്സ്റ്റിലെ ഡയഗ്രാം നോക്കിക്കോണം. കണ്ടല്ലോ, അതിൻ്റെ പാർട്സുകളൊക്കെ ലേബൽ ചെയ്യാൻ നോക്കി വെച്ചോണം.
ആ ഡയഗ്രം ആയിരിക്കും എക്സാമിന് അഥവാ ലേബൽ ചെയ്യാൻ വന്നാൽ ചോദിക്കുക. അത് നോക്കി വെച്ചോളുക. അപ്പം ജസ്റ്റ് ഈ റഫ് ഡയഗ്രത്തിനകത്ത് ഞാൻ പാർട്സുകളെല്ലാം ഒന്ന് പറഞ്ഞേക്കാം, ശ്രദ്ധിച്ചിരുന്നോളുക. ഫ്ലവറിൻ്റെ നമുക്കറിയാം, ഒരു ഫ്ലവർ ആകുമ്പം അതിനൊരു സ്റ്റോക്ക് കാണും അല്ലേ, ഒരു തണ്ട്. ആ തണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പെഡിസൽ. ഏത് പേര് വിളിക്കും? ദ സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ ഈസ് കോൾഡ് ആസ് പെഡിസൽ. ഏത് പേര് വിളിക്കും? പെഡിസൽ. ആ പെഡിസലിന്റെ ടിപ്പ് റീജിയൻ ശകലം ഇങ്ങനെ വീർത്തിട്ടിരിക്കും. ആ സൊള്ളൻ ടിപ്പിനെ നമ്മളൊരു പേര് വിളിക്കും. സൊള്ളൻ ടിപ്പ് ഓഫ് ദി പെഡിസൽ ഈസ് കോൾഡ് ആസ് തലാമസ്. ഏത് പേര് വിളിക്കും? തലാമസ്. ഓർ വി കോൾ ഇറ്റ് ആസ് റിസെപ്റ്റക്കിൾ. ഏത് പേര് വിളിക്കും? റിസെപ്റ്റക്കിൾ. ഇത് പെഡിസലിന്റെ ടിപ്പ് റീജിയൻ വീർത്തിരിക്കും. ആ വീർത്തിരിക്കുന്ന പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? തലാമസ്. ഈ തലാമസിലാണ് ഫ്ലവറിന്റെ പാർട്സുകളായ ഈ 4 ഫ്ലോറൽ വേൾസും അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന്റെ ടിപ്പില് ഇതാണ് പെഡിസലെങ്കിൽ ഇത് തലാമസ് എന്ന് വിചാരിക്കാം. തലാമസിൽ ഓരോ ചുറ്റായിട്ടാണ് ഓരോ വേൾസും ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇവിടെ ആദ്യം കാലിക്സ്, പിന്നെ അടുത്ത ചുറ്റ് കൊറോള, ദെൻ ആൻഡ്രീഷ്യം, ദെൻ ഗൈനീഷ്യം. ഓക്കെ, അതാണ് ആ ഫ്ലോറൽ വേൾസ്. അപ്പോൾ എവിടെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? ദേ ആർ അറേഞ്ച്ഡ് ഓൺ ദി സോളൻ ടിപ്പ് ഓഫ് പെഡിസൽ. ഏതാണ്? തലാമസ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന തലാമസിൽ ഏറ്റവും പുറമേ കാണുന്ന ഫ്ലോറൽ വേളാണ് ഇതെന്ന് പറയുന്നത് കാലിക്സ്. ഏത് പേര് വിളിക്കും? കാലിക്സ്. അതിൽ ഈ ഒരാളെ ഗ്രീൻ കളേർഡ് ആയിട്ട് കാണുന്ന നമ്മുടെ ഒറിജിനൽ ഫ്ലവർ നോക്കുമ്പോൾ അത് നോർമലി അത് ഗ്രീൻ കളേർഡ് ആയിരിക്കും. ആ പുറമേ കാണുന്ന ആ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ, അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇത് കാലിക്സ്. അതിൽ ഒരാൾ, അതിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സെപ്പൽ. ഇതാണ് സെപ്പൽ. ഓക്കെ, സെപ്പല് കഴിഞ്ഞാൽ അതിന് ഇന്നർ മോസ്റ്റ് ആയിട്ട് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരാഗി അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു പാർട്ട്. നമ്മൾ പൂ പോലും കണ്ടാൽ നമ്മളെ ആകർഷിക്കുന്ന അതിൻ്റെ ആ നിറമുള്ള പാർട്ടായിരിക്കും. ആ നിറമുള്ള ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത്. മൊത്തത്തിൽ അതിനെ വിളിക്കും കൊറോള. അതിലെ ഒരാൾ, അതിൻ്റെ ഒരു ഇതളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പെറ്റൽ. ഏത് പേര് വിളിക്കും? പെറ്റൽ. അപ്പം ഏറ്റവും പുറമെ കാലിക്സ്, അതിൻ്റെ ഒരാളെ സെപ്പൽ എന്ന് വിളിച്ചു. ദെൻ അതിന് ഇന്നർ മോസ്റ്റ് ആണ് ഇത് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള കൊറോള. അതിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പെറ്റൽ. ഏത് പേര് വിളിക്കും? പെറ്റൽ. പിന്നെ അതിന് ഇന്നർ മോസ്റ്റ് ആയിട്ട് കുറെ രോമങ്ങൾ പോലത്തെ സാധനം ഇരിപ്പുണ്ട്, ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതിന്റെ മുകളിൽ ഒരു ചെറിയ ബോക്സ് പോലത്തെ ഒരു സ്ട്രക്ചർ ഇരിപ്പുണ്ട്. അതിൽ ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. ഈ ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. അതിന്റെ കൂട്ടം എല്ലാത്തിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ആൻഡ്രീഷ്യം. ഏത് പേര് വിളിക്കും? ആൻഡ്രീഷ്യം. ഇതിനെ മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്, മെയിൽ സെക്സ് ഓർഗൻ ആയിട്ട്. കാരണം ഈ സ്റ്റേമൻ എടുക്കുവാണെങ്കിൽ, ഒരു സ്റ്റേമൻ എടുക്കുവാണെങ്കിൽ അതിന് 2 പാർട്ടുണ്ട്. അതിന്റെ ആ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലമെന്റ്. ഏത് പേര് വിളിക്കും? ഫിലമെന്റ്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ബോക്സ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ആന്തർ. ഏത് പേര് വിളിക്കും? ആന്തർ. അതിനുള്ളിൽ ആരുണ്ടാവും? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആരെ പ്രൊഡ്യൂസ് ചെയ്യും? പോളൻ ഗ്രെയിൻ. അതിനകത്താണ് സ്പേം ഇരിക്കുന്നത്. സ്പേം മെയിൽ ഗാമേറ്റ് ആയതുകൊണ്ട് ആ സ്റ്റേമനെ നമുക്ക് ഏത് പേര് വിളിക്കാം? മെയിൽ സെക്സ് ഓർഗൻ എന്ന് വിളിക്കാം. കാര്യം പറഞ്ഞ പിടിയിട്ടെ, സ്റ്റേമന്റെ കൂട്ടമാണ് ഏതെന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യം. സോ ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ. ക്ലിയർ ആണല്ലോ? അപ്പം സ്റ്റേമൻ, ഈ ഒരാളെ സ്റ്റേമൻ എന്ന് വിളിക്കും. സ്റ്റേമന്റെ കൂട്ടമാണ് ഇത് ആൻഡ്രീഷ്യം. ആ സ്റ്റേമൻ എടുക്കുക. സ്റ്റേമിന് 2 പ്രധാനപ്പെട്ട പാർട്സ് ഉണ്ട്. മുകളിലിരിക്കുന്ന ബോക്സ് ലൈക്ക് സ്ട്രക്ചർ ആന്തറും, ആ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? ഫിലമെന്റും. ഓക്കെ, ദെൻ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഏതെന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം. ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഗൈനീഷ്യം. ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് കാർപ്പൽ, അല്ലെങ്കിൽ ഏത് പേര് വിളിക്കും? പിസ്റ്റിൽ. ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇത് കാർപ്പൽ ഓർ പിസ്റ്റിൽ. അതിന്റെ ഗ്രൂപ്പ് അത് 1 or 2 ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഗൈനീഷ്യം. ഏത് പേര് വിളിക്കും? ഗൈനീഷ്യം. ഇതിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നാണ് അറിയപ്പെടുന്നത്. ഏത് ഓർഗൻ എന്നാ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. കാരണം ഒരു കാർപ്പൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റിൽ എടുക്കുവാണെങ്കിൽ അതിന് 3 പാർട്സ് ഉണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. താഴെ ഏറ്റവും നടുവിലെ ഈ ബേസലായിട്ട് കാണുന്ന ഈ സ്വള്ളൻ വീർത്തിരിക്കുന്ന ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഓവറി. ഏത് പേര് വിളിക്കും? ഓവറി. അതിന് മുകളിലോട്ട് എലോങ്ങേറ്റഡ് ആയിട്ട് കാണുന്ന ആ സ്ലെൻഡർ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സ്റ്റൈൽ. ഏത് പേര് വിളിക്കും? സ്റ്റൈൽ. ഇത് ഓവറി. ഈ എലോങ്ങേറ്റഡ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? സ്റ്റൈൽ. ഓക്കെ, സ്റ്റൈലിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ പോയിന്റഡ് പാർട്ടിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ഈ ക്യാപ്പിലേക്ക് അല്ലെങ്കിൽ ഈ പോയിന്റഡ് റീജിയനെ വിളിക്കുന്ന പേരാണ് ഇത് സ്റ്റിഗ്മ. ഏത് പേര് വിളിക്കും? സ്റ്റിഗ്മ. അപ്പൊ ഒരു പിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു കാർപ്പിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്. താഴെ കാണുന്ന ബേസൽ ബൾബസ് റീജിയൻ നമ്മൾ ഏത് പേര് വിളിക്കുന്നതാണ്? ഓവറി. ഓക്കെ, ഈ ഓവറിക്കുള്ളിൽ ചെറിയ ഗ്രാനുലാർ ആയിട്ടുള്ള ഈ ബോൾ പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഓവ്യൂൾസ്. ഏത് പേര് വിളിക്കും? ഓവ്യൂൾസ്. അതിനുള്ളിലാണ് ആരുണ്ടാകുന്നത്? എഗ്. ഫീമെയിൽ ഗാമേറ്റ് ആയ എഗ് ഉണ്ടാകും. അപ്പൊ ഫീമെയിൽ ഗാമേറ്റ് ആയ എഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ കാർപ്പലിനെ അല്ലെങ്കിൽ പിസ്റ്റിലിനെ നമുക്ക് ഏത് പേര് വിളിക്കാം? ഫീമെയിൽ സെക്സ് ഓർഗൻ ഓഫ് എ ഫ്ലവർ എന്ന് വിളിക്കാം. അതിന്റെ ഗ്രൂപ്പായ അതിന്റെ ആ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഗൈനീഷ്യം. സോ ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ while androecium is the male reproductive organ. Clear?
ഇങ്ങനെ ഇത്രയും ഫ്ലോറൽ വേൾഡ്സുകളുള്ള ആ ഫ്ലവറിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? കംപ്ലീറ്റ് ഫ്ലവർ. കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അപ്പോൾ കംപ്ലീറ്റ് ഫ്ലവറിന്റെ പാർട്സ് ഏതൊക്കെയാണ്? സ്റ്റോക്ക്, പെഡിസൽ, അതിന്റെ സൊള്ളൻ ടിപ്പ്, വീർത്തിരിക്കുന്ന ആ മുകളിലത്തെ ഭാഗം തലാമസ്. തലാമസിലാണ് എല്ലാ ഫ്ലോറൽ വേൾഡ്സും അറേഞ്ച് ചെയ്തേക്കുന്നത്. അല്ല ഏറ്റവും പുറമേ കാണുന്ന ഫ്ലോറൽ വേൾഡ്, ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേൾഡ് ഈസ് കോൾഡ് ആസ് കാലിക്സ്, ഇൻഡിവിജ്വൽ യൂണിറ്റ് ഈസ് കോൾഡ് ആസ് സെപ്പൽ, ആൻഡ് ദ സെക്കൻഡ് floral whorl is called as corolla. Its individual unit is called as petal. Okay. Then the third floral whorl is called as andrecium. Andrecium is considered as a male reproductive organ. Its individual unit is called as stamen. ഏത് പേര് വിളിക്കും? Stamen. Stamen consists of two parts. The box-like structure seen at the tip is called as anther. And the elongated stalk is called as filament. Filament anther ആണ് സ്റ്റേമിന്റെ ഭാഗങ്ങൾ ഓർത്തു വെക്കുക. അല്ല ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്. ഓക്കെ. Then the innermost floral whorl of a flower is called as gynoecium. Its individual unit is called as carpel or pistil. Each carpel consists of three parts. The basal bulbous region is called as ovary. The elongated region is called as style. And the pointed region is called as stigma. Okay. മൂന്ന് ഭാഗങ്ങൾ, stigma, style, ovary. ആ ഓവറിക്കുള്ളിൽ ഇൻസൈഡ് ദ ഓവറി certain granular structures are seen. That granular structures are called as ovule. ഏത് പേര് വിളിക്കും? Ovule. Clear? Inside the ovule the egg is produced. Okay. So gynoecium ഏതാണ്? Female reproductive organ, while andrecium is male reproductive organ. Clear ആണല്ലോ? ഇത് നമുക്കറിയാം. ഈ ഫ്ലവറിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എല്ലാം നടന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനം ഏതൊക്കെയാണ്? സീഡും ഫ്രൂട്ടും ആണെന്ന് പറഞ്ഞു. ആ കൺവേർഷൻ നടക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഈ ഗ്രാനുലാർ ആയിട്ടുള്ള ഓവ്യൂൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഓവ്യൂൾ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു സീഡ് ആൻഡ് ഓവറി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു ഫ്രൂട്ട്. ഓക്കെ. ഇതാണ് അതിന്റെ പാർട്സുകൾ, ഒരു ഫ്ലവറിന്റെ പാർട്സുകൾ. അത് ഓർത്ത് വെച്ചോണം. കഴിഞ്ഞ വർഷവും പഠിച്ചാണ്, ഈ വർഷവും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ആ ഡയഗ്രം നോക്കി വെച്ചോളുക. അതിന്റെ ലേബലിങ് ആ ഡയഗ്രം ആയിരിക്കും തരിക. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു റഫായിട്ട് ഡയഗ്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഡയഗ്രം നോക്കിയോണം. അതിൻ്റെ അകത്തെ പാർട്സുകൾ എവിടെയൊക്കെ ഏതൊക്കെ പാർട്സുകൾ ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. ക്ലിയർ? സോ ഫ്ലവേഴ്സ് ആർ ദ സൈറ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലേ? ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഓർഗനാണ് ഏതെന്ന് നമുക്ക് പറയാം? ഫ്ലവർ. സോ ഫ്ലവേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദ site of sexual reproduction in flowering plants. Okay. They are also considered as morphological and embryological marvel. Marvel means wonder എന്നാണ്. ഏതാണ്? wonder. ഏതായിട്ട് അറിയപ്പെടുന്നതാണ്? മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽ എന്ന് ആരെ അറിയപ്പെടുന്നുണ്ട്? ഫ്ലവേഴ്സിനെ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഫ്ലവേഴ്സ് ആർ മോർഫോളജിക്കലി ടു ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. സോ ദേ ആർ കൺസിഡർഡ് ആസ് മോർഫോളജിക്കൽ മാർവൽ ഓഫ് plants. അതേപോലെ അവനെ എന്തായിട്ടും അറിയപ്പെടുന്നുണ്ട്? ഫ്ലവേഴ്സ് ആർ ഓൾസോ കൺസിഡർഡ് ആസ് എംബ്രിയോളജിക്കൽ മാർവൽ. എംബ്രിയോളജിക്കൽ മാർവൽ എന്ന് വിളിക്കാൻ കാരണം നമുക്കറിയാം അതിനകത്ത് ഫ്ലവറിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യത്തിലെ ആന്തറിൽ പോളൻ ഗ്രെയിനെ പ്രൊഡ്യൂസ് ചെയ്യും. പോളൻ ഗ്രെയിനുള്ളിൽ മെയിൽ ഗ്യാമേറ്റ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഗൈനീഷ്യത്തിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഗൈനീഷ്യത്തിലെ ഓവറിയിലെ ഓവ്യൂളിനുള്ളിൽ എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അവർ തമ്മിൽ കണ്ടുമുട്ടി ഫ്യൂഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ എഫക്റ്റീവായിട്ട് നടന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓവ്യൂള് സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും, അതിനകത്തിരുന്ന എഗ്ഗ് സൈഗോട്ടാവും, സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും അല്ലേ? അപ്പോൾ അത്രയും എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഒരു പ്രത്യേക പാറ്റേണിലുള്ള എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് മറ്റ് പ്ലാന്റ്സുകളെ അപേക്ഷിച്ചിട്ട് എവിടെ നടക്കുക? നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നടക്കുക. അതുകൊണ്ട് ആ ഫ്ലവറിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്? ഫ്ലവേഴ്സ് ആർ കൺസിഡർഡ് ആസ് എംബ്രിയോളജിക്കൽ മാർവൽ ഓഫ് എ പ്ലാന്റ്. ഏതാണെന്നാണ്? ഫ്ലവേഴ്സിനെ എന്തായിട്ട് നമ്മൾ അറിയപ്പെടുന്നതാണ്? ഫ്ലവേഴ്സ് ആർ കൺസിഡർഡ് ആസ് എംബ്രിയോളജിക്കൽ marvel of plant because inside the flower they will produce gametes inside their reproductive organ which undergo fusion and produce zygote. After fertilization the ovule gets converted into seed, ovary gets converted into fruit and the zygote will develops into embryo. All these stages, that means all the embryonic development occurs inside the flower. So we considered flower as the embryological marvel of plant. Okay. അപ്പോൾ ഫ്ലവറിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനാണ്? ഫ്ലവേഴ്സ് ആർ കൺസിഡർഡ് ആസ് ദ സൈറ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഫ്ലവേഴ്സ് ആർ മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽ ഓഫ് എ പ്ലാന്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ ഏസിലെ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഏസിലെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഏതെന്ന് പറയുന്നത്? ഫ്ലവർ അല്ലേ?
അങ്ങനെ ഇരിക്കുന്ന ആ ഫ്ലവറിനെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഫ്ലവേഴ്സ് ആർ ദ സൈറ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതേപോലെ ഫ്ലവേഴ്സ് ആർ മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽസ് ഓഫ് പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഫ്ലവർ എങ്ങനെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ആൻജിയോസ്പേമിൽ ഉണ്ടായി വരുന്നു, അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ NCERT അല്ലെങ്കിൽ SCERT ടെക്സ്റ്റിൽ 20ാമത്തെ പേജിൽ പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഈവൻറ്റ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ആ പാരഗ്രാഫിൽ ഒരു ചെറുതായിട്ട് അതിൻ്റെ ആ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ടോപ്പിക്കിന് ഒരു ഹെഡിങ് കൊടുത്തെന്നുള്ളേ ഉള്ളൂ. ആ ഹെഡിങ് ആണ് ഏതെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലവർ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഓക്കെ, അതിൽ സംഭവം ഇതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പം പഠിച്ചൊരു കാര്യമുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ലൈഫ് സ്പാനിൻ്റെ ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഏതെന്ന് പറഞ്ഞാൽ വളർച്ച, അല്ലേ, ഗ്രോത്ത് ഫേസ്, അല്ലേ. നമുക്കറിയാം ഈ പറയുന്ന ഫ്ലവറിങ് പ്ലാന്റിനെയും സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒന്നാമത്തെ ഘട്ടം ഏത് തന്നെയാണ്, ഗ്രോത്ത് ഫേസ് ആണ്. പ്ലാന്റ്സിൽ നടക്കുന്ന ഗ്രോത്ത് ഫേസിനെ നമ്മളൊരു പേര് വിളിക്കും. ഏതാണ്? വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കും. ഏത് പേര് വിളിക്കും? വെജിറ്റേറ്റീവ് ഫേസ്, അല്ലേ. അപ്പോൾ ഒരു പ്ലാന്റിൽ വളർച്ചയുടെ ഘട്ടം പൂർത്തീകരിക്കുമ്പോഴാണ് അതിൽ ഏത് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ഓർഗാനിസത്തിലും അങ്ങനെ തന്നെ, ഫ്ലവറിങ് പ്ലാന്റ്സിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായി? ആ റീപ്രൊഡക്റ്റീവ് ഫേസിലാണ് അവിടെ ഏതുണ്ടായി വരേണ്ടത്? റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഫ്ലവർ ഉണ്ടായി വരേണ്ടത്. മനസ്സിലായി? അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും? ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്ത്, കുറച്ച് നാൾ അവൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് നടന്നതിന് ശേഷം, അത് പൂർത്തീകരിച്ചതിന് ശേഷം അതിനകത്ത് ചില ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചില സ്ട്രക്ചറൽ ചേഞ്ചസും ഉണ്ടാവും. മനസ്സിലായി? അതിനകത്ത് ഫ്ലവർ പ്രൊഡക്ഷന് വേണ്ടി അതിനകത്ത് എന്ത് സംഭവിക്കുന്നവരെ ചില ഹോർമോണൽ വേരിയേഷൻസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. മനസ്സിലായി? അതേപോലെ തന്നെ എന്തും ആ ഹോർമോണൽ ചേഞ്ചസിൻ്റെ പരിണിത ഫലമായിട്ടാകാം അവിടെ കുറേ മോർഫോളജിക്കൽ അല്ലെങ്കിൽ സ്ട്രക്ചറിലും എന്ത് സംഭവിക്കുന്നു? ചില മാറ്റങ്ങൾ. മനസ്സിലായി? അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്ലാന്റ്സിനകത്തുള്ള മെരിസ്റ്റമാറ്റിക് റീജിയൻ, എപ്പിക്കൽ മെരിസ്റ്റം ആകാം അല്ലെങ്കിൽ അതേപോലെയുള്ള മെരിസ്റ്റമാറ്റിക് പാർട്ട് മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഫ്ലോറൽ പ്രൈമോഡിയ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എന്തായിട്ട് മാറുന്നതെന്ന് പറയും, ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഗെറ്റ് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് ഡെവലപ്സ് ഇൻ ടു ഫ്ലോറൽ പ്രൈമോഡിയ. ഓക്കെ, ആ ഫ്ലോറൽ പ്രൈമോഡിയ പിന്നീട് എന്തായിട്ട് മാറും? ആ ഫ്ലോറൽ പ്രൈമോഡിയ മോഡിഫൈ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഫ്ലവർ ബഡ്സുകളായിട്ട്, പൂമുകുളങ്ങളായിട്ട് മാറും. മനസ്സിലായി? അല്ലെങ്കിൽ പൂമൊട്ടുകളായിട്ട് മാറും. മനസ്സിലായി? ആ ഫ്ലവർ ബഡ്സ് പിന്നീട് എന്തായിട്ട് മാറിക്കോളും? വിച്ച് ലേറ്റർ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എ ഫ്ലവർ. മനസ്സിലായി? ഇത് ഫ്ലവറായിട്ട് മാറുന്നതോടുകൂടി അതിനകത്തുള്ള പല പല പാർട്സുകൾ നമ്മുടെ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യവും അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഗൈനീഷ്യൂ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നു. മനസ്സിലായി? അതാണ് അതിനകത്ത് നടക്കുന്ന ആ ഫ്ലവറിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കാര്യം പറഞ്ഞത് പിടികിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സംഭവം ഇതാണ്. നമ്മൾ പറഞ്ഞു ഫ്ലവറിനെ എന്തായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു, ഫ്ലവേഴ്സ് ആർ ദ സൈറ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഓർഗൻ ആണ് ഏതെന്ന് പറയുന്ന ഫ്ലവർ. പിന്നെ ഫ്ലവേഴ്സ് ആർ മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽ. മാർവൽ മീൻസ് വണ്ടർ ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനകത്തെ മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവലായിട്ട് നമ്മൾ ആരെ കൺസിഡർ ചെയ്തു എന്നാണ് പറഞ്ഞത്? ഫ്ലവറിനെ. ഓക്കെ, പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്, അതായത് ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അവൻ്റെ വളർച്ച പൂർത്തീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് വളർച്ച അങ്ങോട്ട് പൂർത്തീകരിക്കുന്നതിനോട് അടുപ്പിച്ച് അവിടെ നടക്കുന്ന മാറ്റങ്ങളാണ് ഏത്? സെവറൽ ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആർ ഇനിഷ്യേറ്റഡ്. ഹോർമോണൽ വേരിയേഷൻസും അതിനൊപ്പം ഏതും സ്ട്രക്ചറിലും എന്ത് സംഭവിക്കുന്നു? ചില മാറ്റങ്ങൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. മനസ്സിലായി? ഇറ്റ് ലീഡ്സ് ടു, അതിൻ്റെ പരിണിത ഫലമായിട്ട് അത് എന്തിലോട്ട് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫ്ലോറൽ പ്രൈമോഡിയ. എന്തായിട്ട് മാറുന്നു? ഫ്ലോറൽ പ്രൈമോഡിയ ഡെവലപ്പ് ചെയ്യുന്നു. മെരിസ്റ്റമാറ്റിക് പാർട്ടാണ് ഫ്ലോറൽ പ്രൈമോഡിയ ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ദാറ്റ് ഫ്ലോറൽ പ്രൈമോഡിയ ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ഫ്ലവർ ബഡ്സ്. എന്തായിട്ട് മാറുന്നു? പൂ മൊട്ടുകളായിട്ട് മാറുന്നു. ആൻഡ് ദെൻ ഫ്ലവർ. അതെന്തായിട്ട് പിന്നീട് മാറുന്നു? ഫ്ലവറായിട്ട്. പിന്നെ ഫ്ലവറിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ചില ചെടികളിൽ പൂ ഉണ്ടായി വരുമ്പോൾ ഒറ്റൊരു പൂവായിട്ടായിരിക്കും പിടിച്ചു വരിക, അല്ലേ. ചിലത് അങ്ങനല്ല. അങ്ങനെ ഒന്നായിട്ട് പിടിച്ചു വരുവാണെങ്കിൽ നമ്മൾ അതിനെ സോളിറ്ററി ഫ്ലവർ എന്ന് വിളിക്കും. ചിലതിൽ അങ്ങനല്ല, ഒരു ആക്സിസ് ഉണ്ടായിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ ഫ്ലോറൽ പ്രൈമോഡിയ ഉണ്ടാവും. അത് ഓരോന്നും ഓരോ ഫ്ലവർ ബെഡായിട്ട് മാറുകയും അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ആ ഒരു ആക്സിസിനെ ചുറ്റി കാണും. ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ആ ആക്സിസിന് ചുറ്റും ഫ്ലവേഴ്സ് നിൽക്കുക.
മനസ്സിലായി? അതിനെ നമ്മൾ വിളിക്കും ഇൻഫ്ലോറസൻസ്. ഏത് പേര് വിളിക്കും? ഇൻഫ്ലോറസൻസ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ദ ഫ്ലോറൽ പ്രൈമോഡിയ ലേറ്റർ ഡെവലപ്സ് ഇൻടു ഫ്ലവർ ബഡ്സ് ആൻഡ് ദെൻ ഫ്ലവർ which may occur in solitary, ഒന്നായിട്ടാകാം, or as inflorescence, ഒരു കൂട്ടമായിട്ടാകാം. ഓക്കെ, ഫ്ലവർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനോടൊപ്പം അതിനകത്തുള്ള ഫ്ലോറൽ പാർട്സും എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, അതിൽ നമ്മുടെ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പാർട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യോ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആരാണ്? ഗൈനീഷ്യോ. അത് വെച്ചിട്ട് മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പോയിന്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇൻ ഫ്ലവർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഡിഫറൻഷിയേറ്റ് ആൻഡ് ഡെവലപ്പ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നോക്കി വെക്കുക. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.